ഹായ്, ഞാൻ അഫാൻ സജിദ്. ഞാനിവിടെ ജനറേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സൈൻ ലാംഗ്വേജ് ട്രാൻസ്ലേറ്ററാണ്. നമുക്കറിയാം, ഡെഫായിട്ടുള്ള അല്ലെങ്കിൽ ഡംബായിട്ടുള്ള ആൾക്കാർക്ക് മെയിനായിട്ട് അവർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. അവർക്ക് സൈൻ ലാംഗ്വേജ് അറിയാം, പക്ഷേ നമുക്കതറിയില്ല. അപ്പം അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഈ ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഈ സൈൻ ലാംഗ്വേജിനെ നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഡിവൈസാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന് ക്വിക്കായിട്ടുള്ളൊരു വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഇവിടെ ഞാൻ എൻ്റെ ഹാൻഡ് വർക്ക് ചെയ്യുന്നാൽ ഇവിടെ എൻ്റെ ഹാൻഡിലൂടെ ഡിറ്റക്റ്റ് ചെയ്യും ഈ ഒരു ക്യാമറയിൽ. അതിനുശേഷം ഞാൻ സൈൻ ലാംഗ്വേജിലുള്ള ഏതെങ്കിലും ലെറ്റേഴ്സ് കാണിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എ എന്ന ലെറ്റർ കാണിക്കുന്ന സമയത്ത് ഇവിടെ എ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു, ബി എന്ന ലെറ്റർ കാണിക്കുമ്പോൾ ബി ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു, ഇ എന്ന ലെറ്റർ കാണിക്കുമ്പോൾ ഇ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഇനി ഇത് വെച്ചിട്ട് ഞാൻ ക്വിക്കായിട്ടുള്ള എന്തെങ്കിലും വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാൽ, ഇപ്പം ബാഗോ അങ്ങനെ സംതിങ് എന്തെങ്കിലും ഒരു വേർഡ് ക്രിയേറ്റ് ചെയ്ത് നോക്കിയാൽ ഈ ഒരു ചെറിയൊരു സ്ക്രീനിൽ ആ ഒരു വേർഡിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ രൂപം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയും ചെയ്യും. ഇവിടെ ഞാൻ എൻ്റെ ഹാൻഡ് വെക്കുന്ന സമയത്ത് എൻ്റെ ഹാൻഡിനെ ട്രാക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഏകദേശം കുറേ പോയിന്റ്സ് എൻ്റെ ഹാൻഡിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനെ ഹാൻഡ് ലാൻഡ് മാർക്സ് ആണ്. ഈ ഹാൻഡ് ലാൻഡ് മാർക്സിനെ ഒരു ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ട്രെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു സിസ്റ്റം ഞാൻ ഡെവലപ്പ് ചെയ്തത്. ഈ ഒരു ഹാൻഡ് ലാൻഡ് മാർക്സ് വെച്ചിട്ടുള്ള ആ ഇമേജസ് റെക്കോർഡ് ചെയ്തതിനു ശേഷം അതിനെ ഒരു ടെൻസർഫ്ലോ മോഡലിൽ ട്രെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു മോഡൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഫസ്റ്റ് എൻ്റെ ഹാൻഡ് വെക്കുന്ന സമയത്ത് ഹാൻഡിൽ ആദ്യം 3 പോയിന്റ്സ് വെച്ചിട്ടുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും. അതിനകത്തിട്ട് സെൻറ്റർ ചെയ്തിട്ട് ഒരു നിശ്ചിത 500x500 എന്നിട്ടുള്ള ഒരു വിൻഡോയിൽ ആ ഒരു ഇമേജിനകത്തും റീസൈസ് ചെയ്തുകൊണ്ട് അടുത്തൊരു വിൻഡോ ക്രിയേറ്റ് ആവും. അതിനെ സേവ് ചെയ്ത് വെച്ച് എന്നിട്ട് പിന്നെ ട്രെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു മോഡൽ വർക്ക് ചെയ്തത്. ഇവിടെ ഞാൻ മുമ്പ് ട്രെയിൻ ചെയ്തിട്ടുള്ള കുറച്ച് ഇമേജസ് കാണാം. ഇത് എഫ് എന്ന ലെറ്ററിന് വേണ്ടി ട്രെയിൻ ചെയ്തതാണ്. ഇത് ഐ എന്ന ലെറ്ററിന് വേണ്ടി ട്രെയിൻ ചെയ്തിട്ട് ഏകദേശം 369ഓളം ഇമേജസ് ആണ്. അതുമാതിരി എല്ലാ ലെറ്റേഴ്സിനും ഒരു സെറ്റ് ഓഫ് ഇമേജസ് ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ യൂസ് ചെയ്തത് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് കംപ്ലീറ്റ് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത്. അതുമാതിരി ലൈബ്രറീസ് OpenCV ലൈബ്രറി യൂസ് ചെയ്തിട്ടുണ്ട്, ട്രെയിനിങ്ങിന് വേണ്ടി ടെൻസർഫ്ലോ ലൈബ്രറി, അതുമാതിരി ഈ ഒരു പോയിന്റ്സ് വരയ്ക്കാൻ വേണ്ടി ഗൂഗിളിലെ മീഡിയ പൈപ്പിൻ്റെ ലൈബ്രറിയും കൂടിയാണ് യൂസ് ചെയ്തത്. ഡെഫായിട്ടുള്ള ആൾക്കാർക്ക് ഒരു ബെറ്റർ കമ്മ്യൂണിറ്റി നൽകാനും അവർക്ക് ഒരു ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നൽകാനും ഈ ഒരു ടെക്നോളജി കൊണ്ട് സാധിക്കും. ഇതിപ്പം ഏകദേശം ഇത്ര രൂപങ്ങളൊരു ഡിവൈസ് ആയിട്ടാണ് വരുന്നത്. ഇതിനെ നമുക്കൊരു സോഫ്റ്റ്വെയർ ആക്കി, മൊബൈൽ ഒരു സോഫ്റ്റ്വെയർ ആക്കിയിട്ടോ അല്ലെങ്കിൽ ചെറിയ പോകുന്നൊരു ഡിവൈസ് ആക്കിയിട്ടോ മാറ്റാൻ പറ്റും. അപ്പം ഇത്രയാണ് എൻ്റെ പ്രൊജക്റ്റ്. താങ്ക് യു.